അപ്പോൾ രണ്ട് ടോപ്പ് പ്രയോറിറ്റിയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഏതൊക്കെ? ഒന്ന് ആസിഡ് ഗ്രൂപ്പ്, രണ്ട് ആസിഡ് ഗ്രൂപ്പുണ്ട്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ആൻഡ് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞാൽ ആസിഡിൻ്റെ ഡെറിവേറ്റീവ്സ് ഉണ്ട്. 4 മേജർ ഡെറിവേറ്റീവ് ആണ്. ഒന്ന് അൺഹൈഡ്രൈഡ്, ദെൻ എസ്റ്റർ, ആസിഡ് ഹാലൈഡ്, ആസിഡ് അമൈഡ്. ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രിഫറൻസ് ഉള്ളതാണ് സൈനൈഡ് ഗ്രൂപ്പ്, CN ഗ്രൂപ്പ്. അതിൻ്റെ പ്രിഫിക്സ് നെയിം സൈനോ എന്നും സഫിക്സ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ നൈട്രിൽ എന്നെഴുതും. നൈട്രിൽ, NITRIL, നൈട്രിൽ. ഇനി തിരിഞ്ഞു വരും നൈട്രജൻ അറ്റാച്ച്, NC. അതിൻ്റെ പ്രിഫിക്സ് നെയിം ഐസോസൈനോ. സഫിക്സ് നെയിം കാർബൈലമീൻ. ഐസോസൈനൈഡിൻ്റെ സഫിക്സ് നെയിം കാർബൈലമീൻ. അത് കഴിഞ്ഞാൽ ഓർഡർ ഓഫ് പ്രയോറിറ്റിയിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൾഡിഹൈഡ് ഗ്രൂപ്പാണ്, CHO ഗ്രൂപ്പ്. ആൾഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ പ്രിഫിക്സ് നെയിം ഫോർമൈൽ, സഫിക്സ് നെയിം ആൽ, AL, ആൽ. കാർബോക്സിലിക് ആസിഡ് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിൻ്റെ 4 ഡെറിവേറ്റീവ്സ്. അത് കഴിഞ്ഞാൽ സൈനൈഡ്, പിന്നെ ഐസോസൈനൈഡ്. അടുത്ത പ്രിഫറൻസ് ആർക്കാണ്? ആൾഡിഹൈഡ്. ആൾഡിഹൈഡ് കഴിഞ്ഞാൽ അടുത്ത പ്രിഫറൻസ് കീറ്റോണിക് ഗ്രൂപ്പ്, C ഡബിൾ ബോണ്ടോ, കീറ്റോണിക് ഗ്രൂപ്പ്. അതിൻ്റെ പ്രിഫിക്സ് നെയിം ഓക്സോ എന്നാണ്. സഫിക്സ് നെയിം ആകുമ്പോൾ ON, ONE, ഓൺ. ആൾഡിഹൈഡ് ആണെങ്കിൽ ആലെന്നെഴുതും, കീറ്റോണിക് ഗ്രൂപ്പ് ആണെങ്കിൽ ON എന്നെഴുതും. ഇനി ആല് കഴിഞ്ഞു, ഓൺ കഴിഞ്ഞു. ഓൺ കഴിഞ്ഞാൽ അതിന് താഴെ OH ഗ്രൂപ്പ്, ആൽക്കഹോളിക് ഗ്രൂപ്പ്. അതിൻ്റെ പ്രിഫിക്സ് നെയിം ഹൈഡ്രോക്സി, സഫിക്സ് നെയിം ഓൾ. അത് കഴിഞ്ഞാൽ NH2 ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരും, അമിനോ ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ പ്രിഫിക്സ് നെയിം അമിനോ, സഫിക്സ് നെയിം അമീൻ. NH2 ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന ക്ലാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടിനെ വിളിക്കുന്നവരാണ് അമീൻസ്. അത് കഴിഞ്ഞാൽ ഡബിൾ ട്രിപ്പിൾ. ഡബിൾ ട്രിപ്പിളിന് ഒരേ പ്രയോറിറ്റിയാണ്, പക്ഷേ നമ്മൾ എഴുതുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ പ്രിഫറൻസ് കൊടുത്തെഴുതും. അതിന് സഫിക്സ് നെയിമേ ഉള്ളൂ, ENE, അതുപോലെ YNE. അപ്പോൾ ഓർഡർ ഓഫ് പ്രയോറിറ്റി നോക്കാം. ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ആസിഡ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞാൽ ആസിഡ് ഡെറിവേറ്റീവ്സ്. അതിലൊന്നാം സ്ഥാനം അൺഹൈഡ്രൈഡ്, ദെൻ എക്സ്റ്റർ, ആസിഡ് ഹാലൈഡ്, ആസിഡ് അമൈഡ്. അതിന് താഴെ സൈനൈഡ്, ഐസോസൈനൈഡ്. അതിന് താഴെ ആല് നിൽക്കും, ആലിൻ്റെ താഴെ ഓൺ നിൽക്കും, ഓൻ്റെ താഴെ ഓൾ നിൽക്കും, ഓൾക്ക് താഴെ അമിനോ ഗ്രൂപ്പ് നിൽക്കും. ഇതാണ് ഓർഡർ ഓഫ് പ്രയോറിറ്റി. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ പേരെഴുതാവുന്നതാണ്. ഓക്കെ. ഇനി 1-2 എക്സാമ്പിൾ നോക്കാം. ഇതൊരു കോമ്പൗണ്ട്. ഇതിൽ ഒരു ബെൻസിൻ റിംഗ് ഉണ്ട്. ഇവിടെ ഒരു ക്ലോറിൻ എന്ന് പറയുന്ന ഹാലജനുണ്ട്. ഇടയ്ക്കൊരു ബ്രിഡ്ജുണ്ട്, CS2. വീണ്ടും ഒരു ബെൻസിൻ റിംഗ്. ഇവിടെ ഒരു Cl ഉണ്ട്. ഓക്കെ, ഇതാണ് കോമ്പൗണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേര് നമുക്ക് എഴുതണം. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേര് എഴുതണമെങ്കിൽ ഇതിൻ്റെ പേരൻറ്റ് ചെയിൻ ഈ ആലിഫാറ്റിക് ചെയിനാണ്, 2 കാർബൺ. അപ്പോൾ ഇത് ബ്രാഞ്ച് വരും, ഇത് ബ്രാഞ്ച് വരും. അപ്പോൾ ഇവിടെ ഇതിനൊന്ന് കൊടുക്കണോ, ഇതിനൊന്ന് കൊടുക്കണോ? അപ്പോൾ നമ്മൾ ബ്രാഞ്ച് നോക്കാം. ഇവിടെ ബ്രാഞ്ചിനകത്ത് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4ാമത്തെ പൊസിഷനാണ് ക്ലോറിൻ. ഇവിടെയാണെങ്കിലോ 1, 2, 3ാമത്തെ പൊസിഷനാണ് ക്ലോറിൻ. അപ്പോൾ പ്രിഫറൻസ് ആർക്കാണ്? ഇവിടെ 3-ലല്ലേ വന്ന ലോവസ്റ്റ് നമ്പർ അല്ലേ ബ്രാഞ്ചിന് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് നമ്പർ ഈ കാർബണിന് കൊടുക്കും. അപ്പോൾ ഈ കാർബൺ ഓട്ടോമാറ്റിക്കായിട്ട് 2 ആവും. അപ്പോൾ ഇനി പേരെഴുതുമ്പോൾ പ്രിഫിക്സ് എഴുതാൻ ഇത് രണ്ടുമല്ലേ പ്രിഫിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ പൊസിഷനിൽ ആരുണ്ട്? ഒരു 3 ക്ലോറോഫിനൈൽ. വെറും ഫിനൈലല്ല, ബെൻസീൻ റിംഗ് മാത്രമായിരുന്നു വന്നിരുന്നെങ്കിൽ C6H5 ആണെങ്കിൽ ഫിനൈൽ. ആ ഫിനൈലിൽ 3ാമത്തെ പൊസിഷൻ ആരുണ്ട്? ക്ലോറിനുണ്ട്. അപ്പം 3 എന്ന് പറയുന്ന നമ്പർ ബ്രാഞ്ചിലെ നമ്പറാണ്, അതുകൊണ്ട് ബ്രാക്കറ്റിനകത്ത് എഴുതും 3 ക്ലോറോഫിനൈൽ. 3 ക്ലോറോഫിനൈൽ. ഇനി രണ്ടാമത്തത് എവിടെയാണ് വന്നിരിക്കുന്നത്? രണ്ടാമത്തെ പൊസിഷൻ. ആ രണ്ടാമത്തെ പൊസിഷൻ നമ്പറിന് മുന്നിലും ബാക്കിലും ഹൈഫൺ.
അതെന്താ വന്നിരിക്കുന്നത്? നാലാമത്തെ പൊസിഷൻ ക്ലോറിൻ, 4 ക്ലോറോ ഫിനൈൽ. അപ്പോൾ പ്രിഫിക്സ് ആയി. ഇനി റൂട്ട് വേർഡ് മീൻസ് നമ്പർ ഓഫ് കാർബൺ ആറ്റമിൻ്റെ പേരൻസിന് എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. അപ്പോൾ റൂട്ട് വേർഡ് എന്താണ്? എത്താണ് അല്ലേ? എത്ത്. ഇനി അടുത്ത എന്താണ്? പ്രൈമറി സഫിക്സ്. എത്ത് റൂട്ട് വേർഡ് കഴിഞ്ഞു. പ്രൈമറി സഫിക്സ് എന്താണ്? ഈ കാർബൺ സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പോൾ ANE അല്ലേ? ഇവിടെ സെക്കൻഡറി സഫിക്സ് ഉണ്ടോ? മേജർ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേരെഴുതുമ്പോൾ പ്രിഫിക്സ് ഉണ്ട്, റൂട്ട് വേർഡ് ഉണ്ട്, പ്രൈമറി സഫിക്സ് ഉണ്ട്, സെക്കൻഡറി സഫിക്സ് ഇല്ല. അപ്പോൾ പേര് തീർന്നു. 1 3 ക്ലോറോഫിനൈൽ, 2 4 ക്ലോറോഫിനൈൽ, ഈഥെയ്ൻ. ഇനി ഈ കോമ്പൗണ്ട് നോക്കാം. ഇതൊരു ബോണ്ട് ലൈൻ ഫോമിലേ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രിഫറൻസ് ഉള്ള ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ആൾഡിഹൈഡ് ഗ്രൂപ്പിനാണ് പ്രിഫറൻസ്. ഹാലജിന് പ്രിഫറൻസ് ഇല്ലല്ലോ. അപ്പോൾ ആൾഡിഹൈഡ് കാർബൺ ഷുഡ് ഗെറ്റ് ദ ഫസ്റ്റ് നമ്പർ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ 2 3 4 5 6. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്ത് ഓർഡറിലാണ് നമ്മൾ എഴുതുക? ആദ്യം പ്രിഫിക്സ് എഴുതുക, അത് കഴിഞ്ഞാൽ റൂട്ട് വേർഡ് എഴുതണം, അത് കഴിഞ്ഞാൽ പ്രൈമറി സഫിക്സ്, അത് കഴിഞ്ഞാൽ സെക്കൻഡറി സഫിക്സ്. നോക്കാം ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന്. പ്രിഫിക്സ് ഫ്രണ്ടിൽ എഴുതാൻ ആരുണ്ട്? ഹാലജനുണ്ട്. 5 പേരാണ് ഫ്രണ്ടിൽ എപ്പോഴും എഴുതാറുള്ളത്. ഹാലജൻ, നൈട്രോ ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ്, ആൽക്കോക്സി ഗ്രൂപ്പ്, ഫിനൈൽ ഗ്രൂപ്പ്. അതിലാരുണ്ട്? ഹാലജനുണ്ട്. അതെവിടെയാണ്? രണ്ടാമത്തെ പ്രശ്നം. അപ്പോൾ 2 ബ്രോമോ. അത് അപ്പോൾ പ്രിഫിക്സ് ആയി. ഇനി റൂട്ട് വേർഡ്. പേരൻറ്റ് ചെയിനിൽ എത്ര കാർബൺ? 6 കാർബൺ. അപ്പോൾ അതിൻ്റെ റൂട്ട് വേർഡ് എന്താണ്? ഹെക്സ്. ഓക്കെ. അത് കഴിഞ്ഞാൽ പ്രൈമറി സഫിക്സ്. അതെന്താണ്? ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ വെദർ ദ കോമ്പൗണ്ട് ഈസ് സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്. കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് കാണിക്കുകയാണ്. ഇവിടെ സാച്ചുറേറ്റഡ് ആണോ? അല്ല, ഒരു അൺസാച്ചുറേഷൻ ഉണ്ട്. ഇവിടെ തുടങ്ങുന്നത് 4ലാണ്. ഓഫ് നമ്പർ ഇടുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഹൈഫൺ. 4 ആരാ? ഈൻ അല്ലേ? ENE. ഇനി നമുക്ക് എന്താ വേണ്ട? സെക്കൻഡറി സഫിക്സ് സ്റ്റാൻഡ്സ് ഫോർ മെയിൻ ഫംഗ്ഷൻ. അതാരാ അവിടെ? CHO ഗ്രൂപ്പിന് പ്രിഫറൻസ് വരുമ്പോൾ അതിൻ്റെ സഫിക്സ് നെയിം എന്താണ്? ആൽ. അത് ഒന്നല്ലേ? ഒന്നാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ ഉള്ളെങ്കിൽ, ഒരു പ്രൈമറി സഫിക്സ് ഒന്നേ ഉള്ളെങ്കിൽ ലാസ്റ്റ് ലെറ്റർ മാറ്റിയിട്ട് എഴുതണം. അപ്പോൾ ലാസ്റ്റ് ലെറ്റർ മാറ്റിയിട്ട് 1 ആൽ. അപ്പോൾ ഈ 1 എഴുതിയാലും കുഴപ്പമില്ല, നമുക്ക് ഈനാലെന്ന് ഡയറക്റ്റായിട്ട് എഴുതിയാൽ മതി. 1 ഉള്ളത് അൺട്രസ്റ്റ്. അപ്പോൾ 2 ബ്രോമോ ഹെക്സ് 4 ഈനാൽ. ദാറ്റ്സ് എ. ഇനി അടുത്തത് CCl3, 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 CCl3. ഈ കോമ്പൗണ്ടാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്പർ ചെയ്യണം. എങ്ങനെ നമ്പർ ചെയ്താലും എന്താണ്? ഇങ്ങനെ നമ്പർ ചെയ്താലും 3 കാർബൺ, ഇങ്ങനെ നമ്പർ ചെയ്താലും 3 കാർബൺ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്പർ ചെയ്യാം. 1 2 3 സിമെട്രിക്കാണ്. അപ്പോൾ ഇത് ബ്രാഞ്ചായി, ഇതും ബ്രാഞ്ചായി. ഇത് CH3യുടെ ഒരു ഡെറിവേറ്റീവ് അല്ലേ? 3 ഹൈഡ്രജന് പകരം 3 ക്ലോറിൻ. അപ്പോൾ ട്രൈക്ലോറോമീഥൈലാണ് ഈ ഗ്രൂപ്പ്. ഇതും ട്രൈക്ലോറോമീഥൈലാണ്. ഇനി നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ മെയിൻ ചെയിനിൽ 1-ൽ തന്നെ 3 എണ്ണം ഉണ്ട്, 3-ൽ തന്നെ 3 എണ്ണം ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ 3 3 6. അപ്പോൾ 1 1 1 3 3 3 ഹെക്സാ ക്ലോറോ. പ്രിഫിക്സിൽ അത്രയായല്ലോ അല്ലേ? ഇനി എന്താണ്? പ്രിഫിക്സിൽ ബ്രാഞ്ച് ഉണ്ട് അല്ലേ? രണ്ടാമത്തെ പോസ്റ്റിലൊരു എന്തുണ്ട്? ട്രൈക്ലോറോമീഥൈൽ. എന്താ ഉള്ളത്? ട്രൈക്ലോറോമീഥൈൽ. അത് 2-ലാണ്. അപ്പം 2-2. ഈ പേരിൽ തന്നെ ഒരു പ്രിഫിക്സ് ഉണ്ട് അല്ലേ? ട്രൈക്ലോറോ. അതുകൊണ്ട് അതിൻ്റെ എണ്ണത്തെ കാണിക്കാൻ സെപ്പറേറ്റ് പ്രിഫിക്സ് ഉപയോഗിക്കും. ഡൈ എന്ന് നമ്മൾ ഉപയോഗിക്കത്തില്ല, അതിന് പകരം ബിസ് എന്ന് ഉപയോഗിക്കും. ബിസ്. അപ്പോൾ 2 ബിസ്. ഇനി ബ്രാക്കറ്റിൽ എന്തെഴുതും? 2-ൽ തന്നെ 2 എന്തുണ്ട്? ട്രൈക്ലോറോമീഥൈൽ. അപ്പോൾ ട്രൈക്ലോറോമീഥൈൽ അതല്ലേ ബ്രാഞ്ച്? 2-ൽ തന്നെ 2 എണ്ണം. 2 ബിസ് ട്രൈക്ലോറോമീഥൈൽ. ഇവിടെ എന്താ ഡൈ എന്ന് ഉപയോഗിക്കാഞ്ഞത്? ഡൈ എന്ന് ഉപയോഗിച്ച് ട്രൈ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷനാവും. അപ്പോൾ പേരിൽ തന്നെ നോർമൽ പ്രിഫിക്സസ് ഉണ്ട്. ട്രൈ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് പ്രിഫിക്സേ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ 2-ന് പകരം ബിസ് എന്ന് വിളിക്കും, 3-ന് പകരം ട്രസ് എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഇതിന് ബിസ് എന്ന് പറയും. അപ്പോൾ 2 ബിസ് ട്രൈക്ലോറോമീഥൈൽ. അപ്പോൾ എന്തായി? പ്രിഫിക്സായി. ഇനി റൂട്ട് വേർഡ് എത്ര കാർബൺ ഉണ്ട്? മെയിൻ ചെയിനിൽ 3 കാർബൺ. അപ്പോൾ 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്. അത് കഴിഞ്ഞാൽ പ്രൈമറി സഫിക്സ് എന്താണ്? സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ്? എല്ലാ സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പോൾ ANE.
സെക്കൻഡറി സഫിക്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ പേര് ഇവിടെ തീർന്നു. എന്താ 111 333 ഹെക്സാക്ലോറോ 22 ബിസ് ട്രൈക്ലോറോ മീഥൈൽ പ്രൊപ്പൈൻ. ദാറ്റ്സ് IUPAC നെയിം. ഇനി അടുത്തൊരു കോമ്പൗണ്ട് ബെൻസീൻ റിംഗ്. ഇവിടെ ഒരു ബ്രോമിനുണ്ട്, ഇവിടെ ഒരു മീഥൈൽ ബ്രാഞ്ചുണ്ട്, ഇവിടെ ഒരു ആൽക്കൈൽ ബ്രാഞ്ചുണ്ട്. ഇതിൻ്റെ പേര് ഓക്കെ. അപ്പോൾ നോക്കാം. ഇതിനകത്ത് ബെൻസീൻ റിങ്ങിൽ മൾട്ടി സബ്സ്റ്റിറ്റ്യൂഷൻ വന്നാൽ ബെൻസീൻ ഈസ് ദ പേരൻറ് കോമ്പൗണ്ട്. ബെൻസീനാണ് പേരൻറ് കോമ്പൗണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് ബ്രോമിനാണ്, ഒന്ന് ഒരു കാർബൺ അല്ലേ, ഒറ്റ കാർബണാണ്. അപ്പോൾ ഇത് മീഥൈൽ ആൽക്കൈലേഷനാണ്. ഇതെന്താണ്? CH3. ഇവിടെ 3 വാലൻസി ഉണ്ട്. അപ്പോൾ CH, ഇത് CH2 2 വാലൻസി, ഇവിടെ ഒറ്റ വാലൻസി CH3. അപ്പോൾ 4 കാർബണുള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പിൽ രണ്ടാമത്തെ പൊസിഷനിൽ ഒരു H മാറിയിട്ട് അത് ബെൻസീൻ റിങ്ങിലേക്ക് വന്നു. അപ്പോൾ അത് 2 എന്താണ് ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ് അല്ലേ, 2 ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അല്ലേ, അല്ലെങ്കിൽ ഐസോ ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ 2 ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രാഞ്ചിനെ നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 കാർബൺ. അപ്പോൾ 2 ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ്. ഇതിനകത്ത് ആർക്കും പ്രിഫറൻസ് ഇല്ല. ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഇതൊരു ആൽക്കൈൽ. അപ്പോൾ ആർക്കെങ്കിലും പ്രിഫറൻസ് ഉള്ള ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് 1 നമ്പർ കൊടുത്ത് നമുക്ക് നമ്പർ ചെയ്യാം. അങ്ങനെ പ്രിഫറൻസ് ഇല്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട റൂളാണ് LSR, ലോവസ്റ്റ് സം റൂൾ. എല്ലാത്തിലും തുടങ്ങി നോക്കണം, ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന ഇതിനാണെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ തുടങ്ങാൻ പോകും 1 2 3 4. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 2 6 7 കിട്ടും അല്ലേ. ഇനി ഞാൻ ഇതിലാണ് തുടങ്ങുന്നതായിരിക്കാം 1 2 3 4 5. അപ്പോൾ 5 2 7 1 8 ആയി. ഇവിടെയാണ് തുടങ്ങുന്നതായിരിക്കുക. അപ്പോൾ 1 2 3 4. അപ്പോൾ 4 3 7 1 8 ആയി. അപ്പോൾ ഇവിടെ തുടങ്ങിയാലും 8, മീഥൈൽ ഗ്രൂപ്പിൽ തുടങ്ങിയാലും 8, 2 ബ്യൂട്ടൈൽ ഗ്രൂപ്പിൽ തുടങ്ങിയാലും 8. അപ്പം ഇതിൽ തുടങ്ങിയാൽ ആ നമ്പർ ഏറ്റവും കുറച്ച് കിട്ടുക ബ്രോമിൽ തുടങ്ങുമ്പോഴാണ്. എത്രയേ കിട്ടൂ? 7 കിട്ടും. അപ്പോൾ LSR ഫോളോ ചെയ്യുന്നത് ബ്രോമിലാണ്. ഇനി നമുക്ക് പേരെഴുതാം. നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ആദ്യം എഴുതാറുണ്ട്. ഇതെല്ലാം പ്രിഫിക്സിൽ വരുന്നതാണ്. ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പ്, ബ്യൂട്ടൈൽ, മീഥൈൽ, ബ്രോമോ. അപ്പോൾ പ്രിഫിക്സിൽ ആൾക്കാർ എഴുതുമ്പോൾ ഏത് ഓർഡറിൽ എഴുതും? ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതും. അപ്പോൾ ആദ്യം പറയേണ്ടത് ആരെയാണ്? ബ്രോമിന. അതെവിടെയാണ്? 1 1 ബ്രോമോ. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ? ബ്യൂട്ടൈലാണ്. അതെവിടെയാണ് വന്നിരിക്കുന്നത്? 4. വെറും ബ്യൂട്ടൈലാണോ? അല്ല, ബ്രാഞ്ചിനകത്തൊരു നമ്പറുണ്ട്, രണ്ടാമത്തെ പൊസിഷനാണ്. അത് ബ്രാക്കറ്റിനകത്ത് 2 ബ്യൂട്ടൈൽ. ഇനി ആരാ? ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പുണ്ട്, 2 മീഥൈൽ. അപ്പോൾ പ്രിഫിക്സ് എല്ലാം ആയി. പ്രിഫിക്സ് കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് എന്താണ്? റൂട്ട് വേർഡാണ്. റൂട്ട് വേർഡ് എന്താണ്? ഇവിടെ ബെൻസീൻ റിങ്ങാണ്. അപ്പോൾ ബെൻസ്, പിന്നെ അതിൻ്റെ പ്രൈമറി സഫിക്സോട് ചേർത്ത് ബെൻസീൻ. സെക്കൻഡറി സഫിക്സ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരുമില്ല. അപ്പോൾ പേരിവിടെ തീർന്നു. 1 ബ്രോമോ 4 2 ബ്യൂട്ടൈൽ 2 മീഥൈൽ ബെൻസീൻ. ഇനി ഈ കോമ്പൗണ്ട് നോക്കിയേ. CH3 ഡബിൾ ബോണ്ട് H H H H Br. ഈ കോമ്പൗണ്ടിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് പ്രിഫറൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഫംഗ്ഷൻ ഗ്രൂപ്പുണ്ട്, ഹാലജനുണ്ട്, ഡബിൾ ബോണ്ടുണ്ട്. പ്രിഫറൻസ് ആർക്കാ? ഡബിൾ ബോണ്ടിനാണ്. ഇവിടെ തുടങ്ങിയാൽ 1 2 കിട്ടും, ഇവിടെ തുടങ്ങിയാൽ 1 2 കിട്ടും. അപ്പോൾ പിന്നെ ഡബിൾ ബോണ്ടിന് എപ്പോഴും 2 തന്നെ കിട്ടുമല്ലോ, ഏത് എൻഡിൽ നിന്ന് നമ്പർ ചെയ്താലും. അപ്പോൾ LSR നോക്കുക. ഇതിനൂടെ ലോവസ്റ്റ് നമ്പർ കിട്ടും, ബ്രോമിനൂടെ. അപ്പോൾ നമ്പർ നമ്മൾ എവിടെ പ്രിഫറൻസ് കൊടുക്കണം? ഇവിടെ നിന്ന് നമ്മൾ നമ്പർ ചെയ്യും. 1 2 3 മൊത്തം 4 കാർബൺ ആണല്ലോ. അപ്പോൾ പേര് പറഞ്ഞേ. ആൽഫബറ്റിക് ഓർഡറിൽ പറയുമ്പോൾ പ്രിഫിക്സിൽ ആരാ പറയാനുള്ളത്? ബ്രോമിൻ. എവിടെയത്? 1ലാണ്. അപ്പോൾ 1 ബ്രോമോ. പ്രിഫിക്സിൽ വേറെ ആരുമില്ലല്ലോ. ഇനി റൂട്ട് വേർഡ്. എത്ര കാർബൺ? 4 കാർബൺ, ബ്യൂട്ട്.
ഇനി പ്രൈമറി സഫിക്സ് എല്ലാ സിംഗിൾ ബോണ്ടാണോ? അല്ല. രണ്ടാമത്തെ പോസ്റ്റിൽ ഒരു ഡബിൾ ബോണ്ട് ENE. ഓക്കെ. ഇനി സെക്കൻഡറി സഫിക്സ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരുമില്ല. അപ്പോൾ പേരിവിടെ തീർന്നു. 1 ബ്രോമോ ബ്യൂട്ട് 2 1 ബ്രോമോ ബ്യൂട്ട് 2 ഇനി ഈ ഒരു കോമ്പൗണ്ട് നോക്കാം. ഇതൊരു ബെൻസീൻ റിംഗ് ആണ്. ഇവിടെ ഒരു ക്ലോറിനുണ്ട്. ഇതേപോലെ ഇവിടെ ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്. ഇവിടെ ഒരു ക്ലോറിനുണ്ട്. ഇവിടെ ഒരു ബ്രോമിനുണ്ട്. ഇതാണ് കോമ്പൗണ്ട്. അപ്പോൾ ഇനി നമ്പർ ചെയ്യണം നമുക്ക്. നമ്പർ ചെയ്യുമ്പോൾ എങ്ങനെ നമ്പർ ചെയ്യാം? ഇവിടെ പ്രിഫറൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് ഫിനൈൽ ഗ്രൂപ്പിൻ്റെ ഡെറിവേറ്റീവ് ആണ്. 4 ക്ലോറോഫിനൈൽ. ഇത് ഹാലജനുമാണ്. അപ്പോൾ പ്രിഫറൻസ് ആർക്കും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ പ്രിഫറൻസ് ആർക്കും ഇല്ലെങ്കിൽ എന്താ നോക്കേണ്ടത്? LSR എന്ന് പറയും. ലോവസ്റ്റ് നമ്പർ. ഇവിടെ നമ്പർ ചെയ്യാം 1 2 3 4. അപ്പോൾ നമ്പർ ചെയ്യുമ്പോൾ ഈ 2 ബ്രാഞ്ച് 2 കിട്ടും. 2 + 2 ഇത് 3 കിട്ടും. അപ്പം 5 2 7. ഇനി ഞാൻ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യുന്നത് വിചാരിക്കുക. 1 2 3 4 അങ്ങനെ ചെയ്താലോ? ബ്രോമിന് 2 കിട്ടി. ഈ 2 പാരാക്ലോറോഫിനൈലിന് 3 3. അപ്പോൾ 3 3 + 2 8 ആയി. അപ്പോൾ പിന്നെ നമ്മുടെ LSR ഫോളോ ചെയ്താൽ നമ്മൾ റെഡ് വെച്ച് നമ്പർ ചെയ്തില്ലേ, അതായിരിക്കും എന്ത് പ്രിഫേർഡ് നമ്പറിങ് 1 2 3 4. ഇനി നമുക്ക് പേരെഴുതാം. പേരെഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? പ്രിഫിക്സ് ആണ്. ഫ്രണ്ടിൽ എഴുതാൻ ആരുണ്ട്? ആൽക്കൈൽ ബ്രാഞ്ച് ഉണ്ടോ? ഇല്ല. ഹാലജനുണ്ടോ? ഉണ്ട്. നൈട്രോ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. ഫിനൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ എഴുതുമ്പോൾ ആദ്യം എന്തെഴുതും? 3 ബ്രോമോ. ഇനി രണ്ടാമത്തെ പോസ്റ്റിൽ 2, 2 ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ? ബ്രാഞ്ചിനകത്ത് ക്ലോറിൻ ഇതിലാണ്. നാലാമത്തെ പോസ്റ്റാണ് 4 ക്ലോറോ. അപ്പോൾ നമുക്കിവിടെ സെപ്പറേറ്റ് പ്രിഫിക്സ് കൊടുക്കുന്നതാണ് നല്ലത്. ബിസ് എണ്ണത്തെ കാണിക്കാൻ വേണ്ടി ബിസ് കൊടുത്തു. എന്താണ്? 4 ക്ലോറോ 2 4 ക്ലോറോ ഫിനൈൽ. അപ്പോൾ 3 ബ്രോമോ 2 2 ബിസ് 4 ക്ലോറോ ഫിനൈൽ. ഓക്കെ. ഇനി റൂട്ട് വേർഡ് എത്ര കാർബണുണ്ട്? 4 ബ്യൂട്ട്. പ്രൈമറി സഫിക്സ് എല്ലാം സിംഗിൾ ബോണ്ട് ANA. സെക്കൻഡറി സഫിക്സ് ഉണ്ടോ? ഇല്ല. ഇപ്പോൾ പേരിവിടെ തീർന്നു. 3 ബ്രോമോ 2 2 ബിസ് 4 ക്ലോറോഫിനൈൽ ബ്യൂട്ടൈൻ. ദാറ്റ്സ് IUPAC name.